ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചത്. ഇന്ന് 7 മുതലുള്ള ചില വാക്യങ്ങൾ, 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സമയമെടുക്കാം. 7-ാമത്തെ വാക്യത്തില് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. എങ്ങനെയാണ് മാതൃകയായി തീർന്നത് എന്നുള്ളത് അതിന് തൊട്ടു മുമ്പിലുള്ള വാക്യം നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അങ്ങനെ എന്ന് പറയുമ്പോൾ തൊട്ടു മുമ്പിലുള്ള വാക്യവുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവരെങ്ങനെയാണ് മാതൃകയായി തീർന്നത് എന്ന് ചോദിച്ചാൽ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്നുള്ളതിലാണ്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, ബഹുവിധമായ വളരെ ഘോരമായ കഷ്ടങ്ങളിലൂടെ അവർ കടന്നു പോയെങ്കിലും അവർ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ, അതായത് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിരിക്കുന്ന ആ ഒരു സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു. അതുപോലെ അവർക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്നുള്ളതാണ്. വചനം കൈക്കൊണ്ടു എന്ന് പറയുന്നതും വചനം കേട്ടു എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എന്ന് നമുക്കറിയാമല്ലോ. കേൾക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ TV ഒക്കെ ഓണാക്കി വെച്ചാൽ അത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴൊക്കെ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. എന്നാൽ കേൾക്കുക എന്ന് പറയുന്നതും കൈക്കൊള്ളുക എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നാം രക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവമക്കളാകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്നാണ് നാം വായിക്കുന്നത്. അവനെ കൈക്കൊള്ളുക. ഇന്ന് ദൈവവചനത്തിൻ്റെ കേൾവിക്കാരായിട്ട് ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഈ കേൾവി ഒന്നും കൈക്കൊള്ളുന്ന ഒരു നിലയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ കേൾക്കുക എന്ന് പറയുന്നതും കൈക്കൊള്ളുക എന്ന് പറയുന്നതും വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവര് വചനം കേട്ടു എന്ന് മാത്രവുമല്ല, ആ വചനം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു എന്നുള്ളതാണ് അവർക്ക് കർത്താവിനും അവർക്കും അനുകാരികളായി തീരുവാൻ ഇടവരുന്നത്. അപ്പോൾ നാം വചനം കേവലം കേൾക്കുന്ന ആളുകളായി ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ കേട്ടാൽ ഒരു പക്ഷേ നമ്മുടെ അറിവ് വർദ്ധിക്കും എന്നുള്ളതൊരു സത്യമാണ്. ഈ അറിവ് വർദ്ധിക്കുന്നത് കൊണ്ട് അത് ഇരിക്കുന്ന അവസ്ഥയിൽ അറിവ് വർദ്ധിക്കുന്നത് ഒരു നിലയിലും ഗുണകരമല്ല, മറിച്ച് അത് ദോഷമാണ് താനും. കൈക്കൊള്ളുന്നതായിട്ടുള്ള വചനം മാത്രമേ നമുക്ക് ഗുണകരമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു വക നിഗളികളായിട്ട് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഉൾനട്ടതായിട്ടുള്ള വചനം കൈക്കൊള്ളണമെന്ന് നമ്മൾ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവല്ലോ. ഉൾനട്ട വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ തെസ്സലോനിക്കയിലെ വിശ്വാസികളും അവര് സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു. അതുകൊണ്ട് അത് അവർക്ക് പ്രയോജനമായി. അവരത് കർത്താവിലും അവർക്കും അനുകാരികളായി തീർന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു നിലയിൽ കർത്താവിൻ്റെ അനുകാരികളായി തീരുവാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ധാരാളം വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ അത് നാം കൈക്കൊള്ളുന്നില്ല. അത് കൈക്കൊള്ളുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തീരും. അത് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. അതല്ല എങ്കിൽ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ നമ്മെ സഹായിക്കും. അപ്പൊ ഈ നിലയിലാണ് അവര് മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നത്. ഈ മക്കെദോന്യ അഖായ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും 2 സഭയല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇത് ഇന്നത്തെ നമ്മുടെ ഗ്രീസ് എന്ന് പറയുന്ന ഒരു രാജ്യം മുഴുവനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
മക്കതോനിയ എന്ന് പറയുമ്പോൾ ഗ്രീസിന്റെ വടക്കേ ഭാഗവും അക്കായ എന്ന് പറയുമ്പോൾ ഗ്രീസിന്റെ തെക്കേ ഭാഗവുമാണ്. അതായത് ആ രാജ്യത്തുണ്ടായിരുന്ന സഭകൾ എന്ന് പറയുന്നത് തെസ്സലോനിക്ക സഭ, ഫിലിപ്പി സഭ, കൊരിന്ത് സഭ, വെരോവയിലെ സഭ, ഇതെല്ലാം അന്ന് ഈ മക്കതോനിയയിലും അഖായയിലും ഉണ്ടായിരുന്ന സഭകളുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അവിടെ അതായത് ഒരു പ്രദേശത്തെ, ഒരു രാജ്യത്തെ മുഴുവൻ സഭകൾക്കും ഇവര് മാതൃകകളായി തീർന്നു, വിശ്വസിക്കുന്ന ഏവർക്കും മാതൃകകളായി തീർന്നു എന്നാണ്. അതായത് അവിടുത്തെ സഭകൾക്ക് മാതൃകകളായി തീർന്നു. ഇന്നത്തേതുപോലെ യാത്രാ സൗകര്യങ്ങളോ അതല്ല എങ്കിൽ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ, പരസ്പര ബന്ധപ്പെടുന്നതിനുള്ള സൗകര്യങ്ങളൊന്നും ഉള്ള കാലമല്ല അത് എന്ന് ഓർക്കണം. ഏതൊക്കെ നിലയിലാണ് ഒരു രാജ്യത്ത്, വിസ്തൃതമായ രാജ്യത്ത് താമസിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അന്യോന്യം ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നത് എന്ന് നമുക്കറിയില്ല. എങ്കിലും ഞാൻ വിചാരിക്കുന്നു അവിടെ സഭകളിൽ നിന്നുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുകയും തങ്ങളുടെ വിശ്വാസികളെ, സഹോദരന്മാരെ കാണുവാനായിട്ടൊക്കെ അങ്ങനെ പോവുകയും ചെയ്തിരുന്നിരിക്കാം. അതുവഴി ആയിരുന്നിരിക്കണം അങ്ങനെ അവർക്ക് മാതൃകകളായി തീർന്നത്, അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയുവാനായിട്ട് കഴിഞ്ഞത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവർ മാതൃകകളായി തീർന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മറ്റാർക്കും കാണാൻ കഴിയുന്നതായ കാര്യമല്ല. ഹൃദയത്തിലെ വിശ്വാസം ആർക്കും കാണാനായിട്ട് കഴിയില്ല. എന്നാൽ എന്താണ് ആളുകൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അത് ആ വിശ്വാസത്തിൻ്റെതായ പ്രവൃത്തികളാണ്. ഇപ്പോൾ അവര് ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവര് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് പറയുമ്പോൾ എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ അവര് സന്തോഷമുള്ളവരായിട്ട് ജീവിച്ചു, സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു, അവര് ക്രിസ്തുവിന് അനുകാരികളായി തീർന്നു. അതായത് അവരുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ സ്വഭാവം അവർ വെളിപ്പെടുത്തി. അതാണ് എല്ലാവർക്കും മാതൃകയായി തീർന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് ആർക്കും കാണാനായിട്ട് കഴിയുന്ന കാര്യമല്ല, ദൈവം മാത്രം അറിയുന്നതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മറ്റുള്ളവർ നമ്മളുടെ വിശ്വാസത്തെ കാണുന്നത് നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെയും നമ്മളുടെ പ്രവൃത്തികളിലൂടെയും ഒക്കെയുമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇന്ന് ഈ വിശ്വാസത്തെക്കുറിച്ച് വളരെ അഭിമാനിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങളുടെ ഉപദേശം വളരെ കൃത്യമാണ്, അല്ല എങ്കിൽ ഞങ്ങളാണ് ഏറ്റവും നല്ല ഉപദേശം കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുപോലെ തന്നെ ഒക്കെ ധാരാളം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതായിട്ടുള്ള അനേകം ആളുകളും സഭകളും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ അങ്ങനെ ഈ ഉപദേശത്തിലുള്ളതായ ഒരു നിഗളം അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാണ് എന്ന് പറയുന്നതിലൂടെയല്ല, മറിച്ച് ആ ഉപദേശം ശരിയായിട്ടുള്ളൊരു ഉപദേശമാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ജീവിതത്തിലൂടെയാണ് വെളിപ്പെടേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നാമും നമ്മുടെ ഇവിടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സഭ, കൽപ്പനിയിലുള്ള നമ്മുടെ സഭ നമ്മളുടെ ജീവിതം കണ്ടിട്ട്, നമ്മളുടെ പ്രസംഗം കേട്ടിട്ടല്ല, മറിച്ച് നമ്മളുടെ ജീവിതം കണ്ടിട്ട് എല്ലാവർക്കും, മറ്റ് സ്ഥലങ്ങളിലുള്ള സഭകൾക്ക് നമ്മൾ മാതൃകയായി തീരുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതൊരു ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെങ്ങനെയാണ് അത് ഉത്തരവാദിത്വമായി തീരുന്നത് എന്നുള്ളത് നാം പിന്നാലെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നല്ല മാതൃകകളായി തീരുക. എന്നാൽ നല്ല മാതൃകകളായി തീരുന്നില്ല എന്ന് മാത്രവുമല്ല, തെറ്റായിട്ടുള്ള മാതൃകകളാണ് നമ്മളിൽ നിന്നുളവാകുന്നത് എങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിന് നിന്ദയാണ്. അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നിരുത്സാഹത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. നല്ല മാതൃകകളാണ് ആളുകളുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്നതും നല്ല നിലയിൽ മുമ്പോട്ട് ഒരു ആത്മീക ജീവിതം നയിക്കുന്നതിനും മനുഷ്യരെ സഹായിക്കുന്നത്. അപ്പോൾ അവരെല്ലാവർക്കും മാതൃകയായി തീർന്നു.
അവർ വചനം കേൾക്കുക മാത്രമല്ല അത് കൈക്കൊണ്ടു, അവരെല്ലാവർക്കും മാതൃകയായി തീർന്നു എന്ന് നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കും ചിന്തിക്കാം, നമ്മളുടെ ജീവിതത്തിലെ ഏത് മേഖലകളാണ് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്നത്. നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾക്കും അതുപോലെ തന്നെ സഭയ്ക്ക് പുറമേ ഉള്ള വിശ്വാസികൾക്കും നമ്മൾ ഏത് നിലയിലാണ് മാതൃകകളായി തീർന്നിരിക്കുന്നത്. എന്തെങ്കിലും നമ്മെ അനുകരിക്കുന്നതിന്, മറ്റുള്ളവർക്ക് നമ്മെ അനുകരിക്കുന്നതിന് എന്തെങ്കിലും ഒരു നല്ല മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുന്നവരാണോ എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. 8-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴുങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിങ്കലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. അപ്പോൾ അഖായയിലും മക്കദോന്യയിലും ഉള്ളവർക്ക് നിങ്ങൾ മാതൃകകളായി തീർന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, അതായത് ഗ്രീസിൽ മാത്രമല്ല, മറിച്ച് എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. അപ്പോൾ ഗ്രീസിലെ സഭകളിൽ മാത്രമല്ല, മറ്റ് അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ സഭകളിലും ഈ തെസ്സലോനിക്ക സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള സൽകീർത്തി അങ്ങ് പടർന്ന് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവർക്ക് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു എളുപ്പം പൗലോസ് അപ്പോസ്തലനും കൂട്ടുകാർക്കും ഉണ്ടായി. എന്താണ്? ഞങ്ങൾക്ക് ഒന്നും പറയാൻ ആവശ്യമില്ല. അതായത് ഒരു വിശ്വാസികൾ, സഭകൾ എങ്ങനെ മുമ്പോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ വചനത്തെ കൈക്കൊള്ളണം, എങ്ങനെ കഷ്ടതയിൽ നിലനിൽക്കണം എന്നുള്ള കാര്യമൊന്നും ആരെയും പഠിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് വന്നില്ല ഈ സഭകളിലൊന്നും. കാരണം അതൊക്കെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവർ കണ്ടും കേട്ടും അനുഭവിച്ചും അവർ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരെ വലിയ ഉപദേശിക്കേണ്ടതോ അവരെ പഠിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് അനേകരെ അങ്ങനെ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ, പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുന്നതിനേക്കാൾ ജീവിതത്തിലൂടെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. നാം ജീവിച്ച് കാണിക്കുമ്പോൾ ഉപദേശം കുറച്ചു മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ ജീവിതത്തെ അനുകരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ജീവിതത്തെ കണ്ടിട്ട്, അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് അത് ആണ് യഥാർത്ഥത്തിലുള്ള വചനപ്രകാരമായിട്ടുള്ള ജീവിതം, അതാണ് നാം പോകേണ്ടുന്നതായിട്ടുള്ള വഴി എന്നുള്ളത് കാണുവാനായിട്ട് വിശ്വാസികൾക്ക് സാധിച്ചാൽ അത് വലിയ ഒരു പ്രയോജനമാണ്. പലപ്പോഴും പ്രസംഗത്തിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ആളുകൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുമെങ്കിലും ഇത് സാധ്യമാകുമോ, ഇത് ജീവിതത്തിൽ പകർത്താൻ കഴിയുമോ എന്നുള്ളതായ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ചിന്ത വരാം, ഈ പ്രസംഗിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയുമോ. എന്നാൽ ജീവിച്ച് കാണിക്കുമ്പോൾ അവിടെ അതൊരു പ്രസംഗം തന്നെ ആകുന്നു എന്ന് മാത്രവുമല്ല, ആ വചനം, ആ പ്രസംഗം അത് ജീവിക്കാൻ കഴിയുന്നതായ ഒരു പ്രസംഗമാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ബോധ്യമാകും. ജീവിതം തന്നെ ഒരു പ്രസംഗമായി തീരുമ്പോൾ ആ പ്രസംഗത്തിനുള്ളതായ ഒരു വലിയ മെച്ചമാണ്. അപ്പോൾ അയൽപക്കത്തെ സഭകളിലൊക്കെ ഈ തെസ്സലോനിക്ക സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള സാക്ഷ്യം, സൽപ്പേര്, മാതൃക പടർന്നിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് സഭകളിൽ കാണുന്നതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, സഭയിൽ നിന്ന് നല്ല മാതൃകകൾ പുറമേക്ക് പോകുന്നില്ല എന്ന് മാത്രവുമല്ല, ഇനി എന്തെങ്കിലും സഭയിൽ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾക്ക് ഒരു പരമാവധി പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നമുക്ക് ലോകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ന്യൂനതകൾ ഇല്ലാത്തതായിട്ടുള്ള സഭകളൊന്നുമില്ല. ന്യൂനതകൾ ഇല്ലാത്തതായിട്ടുള്ള വിശ്വാസികൾ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം സഭകൾക്കും സ്വാഭാവികമായിട്ടും ന്യൂനതകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സഭയിലെ നന്മകൾ കാണുന്നതിനേക്കാൾ സഭയിലെ പോരായ്മകൾ കാണുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ വിമർശകനായിട്ട് കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി നാം ജീവിച്ചാൽ നാം നന്മയൊന്നും കാണുകയില്ല, തിന്മയെ കാണുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൃദയം മുഴുവൻ തിന്മ നിറഞ്ഞിരിക്കും.
ആ തിന്മ മറ്റുള്ളവരിലേക്ക്, നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലേ വായി സംസാരിക്കുന്നത്, അങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതും തിന്മകളായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും അനുകരിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ സഭയിലും വിശ്വാസികളിലും ഉണ്ടെങ്കിൽ പോലും അത് പ്രയോജനരഹിതമായി പോവുകയും അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു ഫലം ഉളവാകുകയും ചെയ്യും എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ ഉപദേശത്തെ സംബന്ധിക്കുന്ന ധാർമ്മികമായിട്ടുള്ള നിലയിലുള്ളതായ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പ്രത്യേകിച്ച് ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് അതിനോട് ചേർന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പറയുന്നതും അത് പങ്കുവെക്കുന്നതും സത്യവിശ്വാസവും വചനവും മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള ഈ വിപരീതമായിട്ടുള്ള ചിന്തകൾ മാത്രം നമ്മളിൽ ഉളവാകുകയും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നാം കാണുകയും ന്യൂനതകൾ മാത്രം നാം കാണുകയും ചെയ്യുമ്പോൾ പൊതുവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും സ്വന്തം സഭയിലുള്ളവരോടോ അല്ലെങ്കിൽ പുറമേ ഉള്ളവരോടോ ഒക്കെ പങ്കുവെക്കുന്നതായ ഒരു സ്വഭാവ സവിശേഷതയല്ല, ഒരു സ്വഭാവ ദൂഷ്യം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവരിലും ക്രിസ്തു എന്ന തലയോളം വളരാത്തതായിട്ടുള്ള എല്ലാവരിലും ന്യൂനതകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാവരെയും നാം ഒരു അളവുകോൽ കൊണ്ട് അളന്ന് അവരുടെ കുറ്റം കണ്ടുപിടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സഭയിൽ യോഗ്യമായിട്ടുള്ള കാര്യമല്ല, തികച്ചും അയോഗ്യമാണ്. പൊതുവെ ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ ആളുകളുടെ നന്മയെ കാണാതെ ന്യൂനതകളെ മാത്രം കാണുന്ന, അല്ലെങ്കിൽ സഭയുടേതാണെങ്കിലും വ്യക്തികളുടേതാണെങ്കിലും നന്മയെ കാണാതെ ന്യൂനതകളെ മാത്രം കാണുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സഭയിൽ ഏറ്റവും ന്യൂനതയുള്ള ആളുകൾ അവർ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ ചിന്താഗതി, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ഒക്കെ മറച്ചു പിടിക്കുന്നതിനും ന്യായീകരിക്കുന്നതിനും വേണ്ടി അവരെടുക്കുന്നതായിട്ടുള്ള നിലപാടുകളാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കുറവുകളെ കൊണ്ട് സ്വന്തം കുറവുകളെ മൂടി വെക്കുക എന്നുള്ളത്. ഇതൊക്കെ പ്രായോഗികമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം തന്നെ നമ്മുടെ സ്വന്തം സഭയിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സഭയായി നാം മറ്റ് സഭകൾക്കൊക്കെ മാതൃകയായി തീരേണ്ടത് ആവശ്യമാണ്. അത് സുവിശേഷ പ്രവർത്തനത്തിനും സഭകളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ആത്മീയ വർധനയ്ക്കും വളർച്ചയ്ക്കും അത് വളരെ പ്രയോജനകരവുമാണ്. അപ്പോൾ നാം അങ്ങനെ ഉപദേശിക്കുന്നതിൽ വലിയ ഉപദേഷ്ടക്കന്മാരായിരിക്കുന്നതിൽ അല്ല, മറിച്ച് ആ ഉപദേശം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ അത് അനുസരിക്കാൻ കഴിയുന്ന, ജീവിക്കാൻ കഴിയുന്ന ഒരു ഉപദേശമാണ് നാം പ്രസംഗിക്കുന്നത് എന്നുള്ളത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് ഇന്ന് നമ്മൾ ഏതെങ്കിലും മൈക്ക് വെച്ച് പ്രസംഗിക്കുന്ന പോലെ ഒരു പ്രസംഗമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അനുസരണം, വചനം കൈക്കൊണ്ട് അത് അനുസരണമായിട്ട് രൂപാന്തരപ്പെട്ടാൽ അത് ഏത് മൈക്കിനേക്കാൾ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും സഭകളിലേക്കും അത് മുഴങ്ങിച്ചെല്ലുന്ന വലിയ ശബ്ദമായിട്ട് അത് തീരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഒരു മൈക്കൊക്കെ വെച്ച് പ്രസംഗിച്ചാൽ അത് ആ മൈക്കിന് എത്തിപ്പെടാൻ പറ്റുന്നതായിട്ടുള്ള ദൂരത്തിന് പരിമിതിയുണ്ട്. എന്നാൽ അതിന് പകരം നാം നമ്മുടെ ജീവിതത്തിലൂടെ ആണ് ഈ പ്രസംഗം നടത്തുന്നതെങ്കിൽ അതിന് അതിർത്തികളില്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എല്ലായിടത്തും ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ പ്രവൃത്തികളിലൂടെയാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മുടെ ഈ വിശ്വാസം പ്രസിദ്ധമായിരിക്കേണ്ടത്. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്കും സഭാപരിപാലനത്തിനും ഉപദേശത്തിനും ഒക്കെ അത് വളരെ സഹായകരമാണ്. കാരണം ഒത്തിരി വാക്കുകളൊന്നും അവിടെ ആവശ്യമില്ല എന്നുള്ളത് തന്നെ. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും, ഞാൻ അതിനെ ആ വാക്കുകളെ 9ഉം 10ഉം വാക്യത്തെ ഞാനൊന്ന് ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ
നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. അതായത് 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗവും 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗവുമാണ് ഞാൻ അവിടെ ചേർത്ത് വായിച്ചത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം, ഒരു പുതിയ സൃഷ്ടി എന്നുള്ള നിലയിലേക്ക് അവർ വന്നു. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് അവർ തിരിഞ്ഞു വന്നു. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനായിട്ട് അവർ തിരിഞ്ഞു വന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവര് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നതായിട്ടുള്ളൊരു വാക്ക് നമുക്ക് കാണാം. എങ്ങനെയാണ് വിഗ്രഹങ്ങളെ വിട്ടു എന്നുള്ളത് അതിന്റെ ഒരു വശം. വിഗ്രഹങ്ങളെ വിട്ടാൽ മാത്രമേ സത്യദൈവത്തെ സേവിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. വിഗ്രഹങ്ങളെ വിട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രാഥമികമായിട്ട് വിഗ്രഹങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വിഗ്രഹാരാധന എന്നുള്ള നിലയിലാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അത് ഒരു ജാതീയ പശ്ചാത്തലമുള്ളൊരു സ്ഥലമായിരുന്നുകൊണ്ട് അനേക വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകളായിരുന്നു. അതൊക്കെ വിട്ട് അവര് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനായിട്ട് തിരിഞ്ഞു വന്നു. വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കേവലം മാനുഷിക നിർമ്മിതികളായിട്ടുള്ള രൂപങ്ങൾ മാത്രമല്ല എന്നുള്ളത് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിഗ്രഹം ജീവനുള്ള ദൈവത്തെ സേവിക്കുക, അതിന് വിഗ്രഹങ്ങളെ വിട്ട് മാറേണ്ടത് ആവശ്യമാണ്. വിഗ്രഹങ്ങൾ കേവലം രൂപങ്ങൾ മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ദൈവത്തെ സേവിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വിഗ്രഹങ്ങൾ തന്നെയാണ്. ദൈവവചന പ്രകാരം ജീവിക്കുന്നതിന്, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നാം എന്തിനെയെല്ലാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നാം എന്തിനെയെല്ലാം കാണുന്നുവോ അത് നമ്മെ തന്നെ കണ്ടാൽ നമുക്ക് തന്നെ ഒരു വിഗ്രഹമാണ്. നമ്മളുടെ ഏതെങ്കിലും ബന്ധങ്ങളെയാണ് നാം ദൈവത്തെക്കാൾ ഏറെ സ്നേഹിക്കുന്നെങ്കിൽ അത് നമ്മുടെ വിഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള വസ്തുക്കളോ സാഹചര്യങ്ങളോ ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നതെങ്കിൽ അതും നമ്മളുടെ വിഗ്രഹങ്ങളാണ്. അപ്പോൾ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാം അതിൻ്റെ നിർവചനം ഒന്ന് പുതിയ നിയമത്തിൽ മാറ്റേണ്ടത് ആവശ്യമാണ്. ദൈവത്തെക്കാൾ ഏറെ നാം എന്തിനെങ്കിലും സ്നേഹിക്കുകയോ ചേർത്ത് പിടിക്കുകയോ ചെയ്യുന്നെങ്കിൽ അതെല്ലാം നമ്മളുടെ വിഗ്രഹമാണ്. അത് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും നാം തന്നെ നമ്മുടെ വിഗ്രഹങ്ങളായിട്ട് മാറുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ എല്ലാ വിഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഇവിടെ സേവിക്കുക എന്ന് പറയുന്ന ഒരു പദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുക എന്ന് പറയുന്നതായ പദമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഈ വിശ്വാസം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. അത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആരും കാണുന്നുമില്ല. കാരണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തികളായിട്ട് നാം പുറമേ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ മീറ്റിങ്ങുകൾക്ക് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ മീറ്റിങ്ങുകൾക്ക് പോവുകയോ ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് നാം ദൈവത്തെ സേവിക്കുന്നു. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ നാം എങ്ങനെയാണ് ദൈവത്തെ സേവിക്കുന്നത്? നാം സഭായോഗത്തിന് പോകുമ്പോൾ നാം എങ്ങനെയാണ് ദൈവത്തെ സേവിക്കുന്നത്? നാം വചനം വായിക്കുമ്പോൾ എവിടെയാണ് ദൈവത്തെ സേവിക്കുക, ജീവനുള്ള ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് സംഭവിക്കുന്നത്? ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് ഇതിലൊന്നും ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ അതിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തെ സേവിക്കുന്നതിന് ദൈവേഷ്ടം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന് നാം ദൈവദിനം പഠിക്കണം. സഹോദരന്മാരുമായിട്ടുള്ള കൂട്ടായ്മയും ബന്ധവും ഒക്കെ ആവശ്യമാണ്. ഇതിന് സഭായോഗങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് ഈ 1, 2, 3 കാര്യങ്ങളിൽ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുന്നതായിട്ടുള്ള കാര്യമല്ല. ഇന്ന് ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നു, നമ്മളിൽ വസിക്കുന്നു, നാം ദൈവത്തിൽ വസിക്കുന്നു. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമകാലത്ത് എന്താണ് എന്നുള്ളത് നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ദൈവത്തെ സേവിക്കുക? കർത്താവ്, നമുക്കറിയാം, സഭ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തു തന്നെ അതിന്റെ തലയാണ്. ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയെ
സേവിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ലാതെ ഇന്ന് ആൾ ദൈവങ്ങളെയൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിലും ലോകത്തിൽ പലയിടത്തും ആൾ ദൈവങ്ങളുണ്ട്. അവരെയൊക്കെ സേവിക്കുന്നതിന് പല പല വഴികൾ ആളുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ പാദങ്ങൾ കഴുകുകയോ അവരുടെ മാലകൾ ചാർത്തുകയോ അവരുടെ മുമ്പിൽ കുമ്പിടുകയോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയൊന്നും നമുക്ക് അദൃശ്യനായിട്ടുള്ള നമ്മുടെ ദൈവത്തെ സേവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ശരീരമായിരിക്കുന്ന മണവാട്ടിയായിരിക്കുന്ന ദൈവസഭയെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് അന്യോന്യം സേവിക്കണം, അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം കരുതണം എന്നുള്ളതൊക്കെ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയുമല്ലോ ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഒരു സഭയിൽ ദൈവമക്കൾ അന്യോന്യം, ഒരു സഭയിൽ മാത്രമല്ല സഭയ്ക്ക് പുറത്തും ഉള്ളതായ ഭക്തരായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളും ഭാഗങ്ങളുമാണ് എന്നുള്ളത് അറിഞ്ഞ് അന്യോന്യം ശുശ്രൂഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കർത്താവ് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു ഈ തെസ്സലോനിക്ക സഭയിൽ നിന്നും വചനം മുഴങ്ങിച്ചെന്നു എന്ന് കേൾക്കുമ്പോൾ, മറ്റു സഭകളിലേക്കും ചെന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെയൊക്കെ ഈ സഭകൾ തമ്മിലുള്ളതായിട്ടുള്ള ഒരു ബന്ധവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഓരോ സഭയും അവരവരുടെ കാര്യം നോക്കി അവരവരിലേക്ക് ഒതുങ്ങിക്കൂടി ജീവിച്ച ആളുകളായിരുന്നില്ല അവര്, മറിച്ച് ഭക്തന്മാരായിട്ടുള്ള മറ്റ് സഭകളും അല്ലെങ്കിൽ കർത്താവിന്റെ വഴിയെ സഞ്ചരിക്കുന്നതായിട്ടുള്ള മറ്റ് സഭകളുമായിട്ടും അവർക്ക് ബന്ധമുണ്ടായിരുന്നു. അവരൊറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളല്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു സഭയെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ഉപമിച്ച് വചനത്തിൽ നാം വായിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം ആഗോള സഭ, യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ ഒരു സഭയിൽ ലോകത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച് കർത്താവിൽ വസിക്കുന്നതായിട്ടുള്ള എല്ലാവരും ആ ആഗോള സഭയുടെ അംഗങ്ങളാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണ് മറ്റുള്ള സഭകളിൽ ഉള്ള കർത്താവിൽ വസിക്കുന്നതായിട്ടുള്ള എല്ലാവരും. അതുകൊണ്ട് ആ ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. അങ്ങനെ ഒരു ബന്ധം 1-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. യെരുശലേമിലെ സഭയിൽ അവിടെ ക്ഷാമമുണ്ടായപ്പോൾ കൊരിന്തിൽ നിന്നും മറ്റ് സഭകളിൽ നിന്നും ഒക്കെ ഈ പറഞ്ഞ ഗ്രീസ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ള സഭകളിൽ നിന്നൊക്കെ സഹായമായിട്ട് യെരുശലേമിലേക്ക് കൊടുത്തുവിടുന്നതൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും വായിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തനങ്ങൾക്ക് ഫിലിപ്പിയ സഭയിൽ നിന്നും ഒക്കെ ധാരാളം, ഈവൻ തെസ്സലോനിക്കയിലെ സഭയിലെ ആ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോഴും അങ്ങോട്ടും അവര് പ്രവർത്തനത്തിനുള്ള സഹായം അയച്ചു കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രാദേശിക സഭ, ഒരു കൂട്ടം എന്നുള്ള നിലയിൽ മാത്രം നമ്മളുടെ കാഴ്ചപ്പാടുകളെ നാം ഒതുക്കി നിർത്തുവാനായിട്ട് പാടില്ല. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നതായിട്ടുള്ള ദൈവമക്കളുള്ളതായ അല്ലെങ്കിൽ ദൈവമക്കളോടും ദൈവമക്കളുള്ളതായിട്ടുള്ള സഭകളോടും നമുക്ക് ഒരു ആത്മീക ബന്ധം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുതന്നെയാണ് ദൈവവചനത്തിലെ പ്രമാണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം നമ്മുടെ വിഗ്രഹങ്ങളെല്ലാം വിട്ടിട്ട് നമ്മൾ തിരിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തിരിഞ്ഞവർക്ക് മാത്രമേ ഈ കർത്താവിനെ സേവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തെക്കാൾ ഉപരിയായോ ദൈവത്തെ പോലെയോ നമ്മളുടെ ജീവിതത്തിൽ നാം എന്തിനെയെങ്കിലുമോ നമ്മെ തന്നെയോ അല്ലെങ്കിൽ ആരെയെങ്കിലുമോ നാം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞാൽ മാത്രമേ ദൈവത്തെ സേവിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ ഒരാള് പിൻഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ ത്യജിക്കണം. ഈ തന്നെ തന്നെ ത്യജിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഗ്രഹം എന്ന് പറയുന്നത്, അവരുടെ ദൈവം എന്ന് പറയുന്നത് അവർ തന്നെയാണ്. അവർ തന്നെ അവരുടെ ദൈവമായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാം. അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപം വരുന്ന രീതിയിൽ അവരോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയാൽ അവർ വളരെ പെട്ടെന്ന് പ്രതികരിക്കും. അവര് വൈകാരികമായിട്ടും ഒക്കെ അവർ പ്രതികരിച്ച് അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അവർ തന്നെ അവരുടെ ദൈവമാണ് എന്നുള്ളതാണ്, അവർ തന്നെ തന്നെ ത്യജിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്തുവകകളാണ്, അത് വിട്ടിട്ടുള്ള യാതൊരു വക പരിപാടിയും അവർക്ക് ഇല്ല. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേണ്ടപ്പെട്ടവർ എന്നവർ പറയുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഈ മൂന്നിനെയും ത്യജിക്കാതെ ഒരാൾക്കും എൻ്റെ പിന്നാലെ വരാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നാം നിർത്തിയിരിക്കുന്നതായിട്ടുള്ള നമ്മെ തന്നെയും നമുക്കുള്ളതിനെയും നമുക്കുള്ളവരെയും
രണ്ടാം സ്ഥാനത്തേക്ക് നാം മാറ്റേണ്ടത് ആവശ്യമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് കർത്താവിൽ അനുസരിപ്പിൻ എന്നൊക്കെ നമ്മൾ വായിക്കുന്നല്ലോ. മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. കർത്താവിനോടുള്ള ബന്ധമാണ് പ്രാഥമികമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും 9-ാമത്തെ വാക്യത്തിൽ എൻ്റെ 2-ാം ഭാഗവും 10-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗവും മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. 10-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. അപ്പോൾ ഇവിടെ ഈ തെസ്സലോനിക്ക സഭയുടെ 4-ാമത്തെ ഒരു പ്രധാന ഗുണമായിട്ട് കാണാൻ കഴിയുന്നത് എന്താണ്? അവർ പ്രത്യാശ. അവരെന്താണ് നോക്കിയിരുന്നത്? അവരെന്തിനെയാണ് നോക്കിയിരുന്നത്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുക. യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരുന്നു. തന്നെ കാത്തിരിക്കുന്നവർ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരുന്ന ആളുകളാണ് ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ എന്ന് നമുക്ക് കാണാം. അതൊരു വലിയ ആത്മീക യാഥാർത്ഥ്യമാണ്. ഈ വിഗ്രഹങ്ങളെ വിട്ട് കർത്താവിനെ സേവിക്കുന്നവരുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്കത് കാണുവാനായിട്ട് കഴിയും. കാരണം അവർക്ക് ഈ ലോകത്തിലുള്ള ബന്ധങ്ങളോ, ഈ ലോകത്തിലുള്ള സ്ഥാനമാനങ്ങളോ, ഈ ലോകത്തിലുള്ള സമ്പത്തോ, അല്ലെങ്കിൽ അവർക്ക് അവരെ കുറിച്ച് തന്നെയോ ഉള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. അവർക്ക് ദൈവത്തെ സേവിക്കുക എന്നുള്ളതും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വരവുമാണ് അവരുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് തീത്തോസ് ലേഖനം എഴുതുമ്പോൾ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു കാഴ്ചപ്പാട് തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നു അതിനവരെ സഹായിച്ചതായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും ദൈവത്തോടുള്ള ഒരു സ്നേഹമാണ്, കർത്താവിനോടുള്ള സ്നേഹമാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ അവരെ പ്രകോപിപ്പിച്ചത്, അല്ലെങ്കിൽ അവരെ ഉത്സാഹിപ്പിച്ചത്. അതുകൂടാതെ തന്നെ അവർ വലിയ കഷ്ടതയിലൂടെയാണ് കടന്നുപോയത് എന്നുള്ളതും നമുക്ക് കാണാമല്ലോ. ബഹുകഷ്ടം എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്. വിവിധമായിട്ടുള്ള കഷ്ടങ്ങളൊക്കെ സഹിക്കുമ്പോൾ അവരുടെ ആശ്വാസം എന്ന് പറയുന്നതോ, അവരുടെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നതോ ഒരിക്കലും ഈ ലോകത്തിലല്ല, മറിച്ച് നിത്യതയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലോകത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഈ ലോകത്തിൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിലല്ല നമ്മളുടെ സന്തോഷവും സമാധാനവും, ഈ ലോകം നമുക്കുള്ളതല്ല എന്ന് പ്രായോഗിക ജീവിതത്തിൽ നാം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് നാം കടന്നു പോകുന്നതായിട്ടുള്ള കഷ്ടങ്ങളിലൂടെയും ആണ് എന്നുള്ളത് നമുക്കറിയാം. കേവലം ഉപദേശത്തിലൂടെ മാത്രമല്ല, ദൈവം നമ്മെ കടത്തിവിടുന്നതായിട്ടുള്ള കഷ്ടങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഈ നിലയിൽ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അതല്ലേ നമ്മൾ വായിക്കുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ നാം അതിനെക്കുറിച്ച് പരാതി പറയുവാനായിട്ടല്ല, മറിച്ച് നമ്മുടെ കഷ്ടങ്ങളൊക്കെയും മാറിപ്പോകുന്ന, നമ്മുടെ കണ്ണുനീരൊക്കെയും തുടയ്ക്കുന്ന, ദുഃഖമില്ലാത്ത, മറുപടിയില്ലാത്തതായിട്ടുള്ള ഒരു രാജ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് അന്ന് നാം ഓർത്തും, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് സന്തോഷിച്ചും അതിൽ ആശ്രയിച്ചും നാം മുമ്പോട്ട് പോകേണ്ടുന്നതിനും വേണ്ടി കൂടിയാണ് ദൈവം കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, സഭയായിട്ടും വ്യക്തികളായിട്ടും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയേറെ ഈ നാളുകളിൽ രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് അനുകരിക്കുവാൻ കഴിയുന്നതായ, മറ്റു വ്യക്തികൾക്കും സഭകൾക്കും അനുകരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഉടമകൾ, അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ, പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നതായിട്ടുള്ള വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് നാം തീരേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വചനം മറ്റുള്ളവരിലേക്ക് മുഴങ്ങിച്ചെല്ലുന്നത് അത് ആവശ്യമാണ്. അത് നമ്മളുടെ പ്രവൃത്തികളിലൂടെയാണ്. അത് സുവിശേഷ പ്രവർത്തനത്തെ അല്ലെങ്കിൽ സഭാ പരിപാലനത്തെയൊക്കെ വളരെയേറെ
സഹായകരമാക്കും, അല്ലെങ്കിൽ ഗുണകരമാക്കും, എളുപ്പമാക്കും എന്നുള്ളത് നാം കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ വിഗ്രഹങ്ങളെ വിട്ടുപിരിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തെ സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. വിഗ്രഹങ്ങളെ നാം യഥാർത്ഥത്തിൽ വിട്ടുപിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത്, ഈ കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരതിനുവേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കും. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയൊരു ഒരുക്കം നമ്മളിൽ ഉണ്ടാവും. നമ്മൾ ആരെയും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഒരുക്കം വളരെ മോശമായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആരെങ്കിലും അതിഥികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ വീടൊക്കെ അടിച്ച് തുറച്ച് വൃത്തിയാക്കി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി കുളിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നാം നിൽക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നാം വിലമതിക്കുന്നതായിട്ടുള്ള ആരെങ്കിലും വരുന്നു എന്ന്, അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതായിട്ടുള്ള ആരെങ്കിലും വരുന്നു എന്ന് വന്നാൽ. അപ്പോൾ കർത്താവ് എത്രയോ വിലയേറിയവനും വിലമതിക്കുന്നവനുമാണ്. നമ്മളുടെ എല്ലാം കർത്താവാണ്. അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും ഒരുങ്ങിയിരിക്കും എന്നുള്ളതാണ്. എസെക്കിയേലിനോട് നീ നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക എന്നൊരു വാക്ക് പറയുന്നുണ്ട്. നീ മരിക്കും, അതുകൊണ്ട് നീ നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക. അതുപോലെ കർത്താവ് ഏത് സമയത്തും വരാം, അല്ലെങ്കിൽ നാം കർത്താവിനോട് ചേരാം. അതുകൊണ്ട് നമ്മളുടെ ഗ്രഹകാര്യങ്ങളെ നമുക്ക് ക്രമപ്പെടുത്തി ദൈവത്തിന് പ്രസാദമുള്ള ദൈവമക്കളായിട്ട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.